ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ ഈ ഒരാഴ്ച OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ്. ഇന്ന് രാത്രി 10 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകളും അതുകൂടാതെ ഈ ഒരാഴ്ചത്തെ റിലീസുകളും ആണ്. കംപ്ലീറ്റ് ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ അപ്ഡേറ്റുകൾ വന്ന സിനിമകളാണ് ഞാൻ കൂടുതൽ പറയുന്നത്. ഇനിയിപ്പോൾ വേറെ സിനിമകൾ നാളെ മറ്റാളൊക്കെ വേറെ സിനിമകളുടെ അപ്ഡേറ്റുകൾ വന്നേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ആയതിന് നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ഇംഗ്ലീഷ് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ക്യാം ഹൈഡ് ഔട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആയിരിക്കും. അടുത്തത് ഒരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ എക്സോസിസ്റ്റ് ബിലീവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ജിയോ സിനിമ, ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് OTT പ്ലാറ്റ്ഫോമിലായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഹിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴി ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്ര ഈ 3 സിനിമകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇനി നമുക്ക് പിന്നെ ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ അതായത് ഇന്ന് മുതൽ 9-ാം തീയതി വരെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ നൺ 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ഇതിനു മുമ്പ് റിലീസ് ചെയ്തതാണ്. മൾട്ടി ലാംഗ്വേജിൽ ഇപ്പോൾ നാളെ രാത്രി 12 മണിക്ക് ശേഷം അതായത് പിന്നെ ഫെബ്രുവരി മാസം 7-ാം തീയതി ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ്, ഐറ്റ്യൂൺസ്, ജിയോ സിനിമ എന്നീ OTT പ്ലാറ്റ്ഫോമുകളായിട്ട് തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അതായത് ഫെബ്രുവരി മാസം 7-ാം തീയതി. അടുത്തൊരു സീരീസാണ്. ഹലോ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ സീരീസിൻ്റെ സെക്കൻഡ് സീസൺ ആണ്. ഒരു ആക്ഷൻ, അഡ്വഞ്ചർ, സയൻസ് ഫിക്ഷൻ, ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ജിയോ സിനിമ വഴി ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം 8-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു കൊറിയൻ സീരീസാണ്. എ കില്ലർ പാരഡോക്സ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു ഡ്രാമ, ക്രൈം, കോമഡി, മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ഫെബ്രുവരി മാസം 9-ാം തീയതി ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സീരീസ് റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ഹിന്ദി സീരീസാണ്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. ആര്യ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. 3-ാമത്തെ സീസണിൻ്റെ 2-ാമത്തെ പാർട്ടാണ് ഈ ഒരു സീരീസിൻ്റെ വരാൻ പോകുന്നത്. പിന്നെ സുസ്മിത സെനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് Disney+ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സീരീസ് പിന്നെ ഫെബ്രുവരി മാസം 9-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഭക്ഷക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഫെബ്രുവരി മാസം 9-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് തെലുങ്ക് റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ബബിൾഗം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം 9-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു കന്നഡ മൂവിയാണ്. കന്നഡ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദർശൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. കാട്ടേര എന്ന സിനിമ C5 വഴി ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം 9-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ലാൻഡ്രാണി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലാൻഡ്രാണി. അപ്പോൾ ഈ ഒരു സിനിമ C5 9-ാം തീയതി ഫെബ്രുവരി മാസം 9-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ആനിമേഷൻ, കോമഡി, അഡ്വഞ്ചർ, ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മൈഗ്രേഷൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ബുക്ക് മൈ ഷോസ് വഴി ഇംഗ്ലീഷ് ഭാഷയിൽ പിന്നെ 9-ാം തീയതി ഫെബ്രുവരി മാസം 9-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സൺകോസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. Disney+ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ ഫെബ്രുവരി മാസം 9-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. പപ്പി ലവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി ഫെബ്രുവരി മാസം 9-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. ഇത്രയും സിനിമകളാണ് ഒഫീഷ്യലായിട്ട് വന്ന സിനിമകൾ. ഇനിയുണ്ട് ഒഫീഷ്യലായിട്ട് വന്ന സിനിമ. അടുത്തൊരു ഒഫീഷ്യലായിട്ട് വന്ന സിനിമ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ മില്ലറാണ്. പിന്നെ ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ധനുഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം 9-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സീരീസാണ്. ജയ് മഹേന്ദ്ര എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. സൈജു കുറുപ്പ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് സോണി ലീവിൽ ഈ ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ്, മലയാളം സീരീസ് പിന്നെ ഫെബ്രുവരി മാസം 9-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ഒഫീഷ്യലി അപ്ഡേറ്റ് വരാത്തതാണ്. 3 സിനിമകളാണുള്ളത്. ഒന്ന് നമ്മുടെ മലയാളത്തിൽ റിലീസ് ചെയ്ത ഈ വർഷത്തെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ്, ഒരേ ഒരു സൂപ്പർ ഹിറ്റ് എന്ന് പറയാം, ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ്. എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാനുള്ള അപ്ഡേറ്റുകളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. Disney+ ഹോട്ട്സ്റ്റാർ ആണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ OTT പ്ലാറ്റ്ഫോം എന്നുള്ളത് 9-ാം തീയതി എക്സ്പെക്റ്റഡ് ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മുടെ ശിവകാർത്തികൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സയൻസ് ഫിക്ഷൻ മൂവിയായിരുന്നു അയലാൻ എന്ന് പറഞ്ഞ സിനിമ. സൺനെക്സ്റ്റിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്.
തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് ഈ ഒരു സിനിമ സൺനെക്സിൽ പിന്നെ ഫെബ്രുവരി മാസം 9-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് തെലുങ്ക് എന്നുള്ളൊരു സിനിമയാണ്. നമ്മുടെ മഹേഷ് ബാബു പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഗുണ്ടൂർ കാരം എന്ന് പറഞ്ഞ സിനിമ ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഫെബ്രുവരി മാസം 9-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള ഇപ്പോൾ ഓൾറെഡി പിന്നെ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുള്ള സിനിമകളായിട്ടുള്ളത്. നാളെ മറ്റന്നാളൊക്കെ ചെറിയ ചെറിയ സിനിമകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, സീരീസുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്ഡേറ്റുകൾ. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. പിന്നെ സീരീസുകളും സിനിമകളുടെയൊക്കെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ മുന്നിലേക്ക് സിനിമകളുടെ സീരീസുകളുടെ ഒക്കെ വിശേഷങ്ങൾ എത്തിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകൾ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.